അത് PL അകത്തോട്ട് തട്ടിയിട്ടില്ല. ഹലോ ഹലോ കത്തിയാ റേഡിയോ നമ്പർ കേക്കണ്ട എന്നെ ഇടിച്ച് കെട്ടിക്കൊണ്ടാണ് അവൻ പോയത്. ഇനി അതിന്റെ പേര് ചോദിക്കാമല്ലോ. പിന്നെ നമ്മളിവിടെ കൊണക്കുന്ന ഡാച്ചുമക്കള്. അല്ല ഇത് എവിടെയാണ് സ്ഥലം? എവിടെ? TBSന്റെ ഫ്രണ്ടില്. TBSന്റെ ഇത്രേ ഉള്ളൂ. നമ്മളെ ഫ്ലഫി വണ്ടി അറിയാതെ മാറി കയറി എടുക്കാൻ വന്നപ്പോ നമ്മളെ വണ്ടികളെയും ഫ്ലഫി ഇടിച്ചിട്ടിട്ടാ പോയി. പരിപാടി എത്തിട്ടുള്ളൂ. സോറി വരും പറഞ്ഞാൽ കയറി പോയാ. ഹലോ ഇതാരാ? കണ്ണൊന്നും എടുക്കണ്ട, മനസ്സിലായോ? എടുത്തു വെക്കോ വണ്ടിക്കാൻ. വീട്ടിൽ വേണ്ട ഹെൽത്ത് അമ്പിക്കളി മതി ശയിക്കാൻ നിർത്തുന്നോ? ഞാൻ ഒരു കാര്യം പറയാം. ഇവര് നിങ്ങളുടെ അടുത്ത് ഈ റിക്രൂട്ട്മെന്റിന്റെ കാര്യം പറയണത് എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് തിങ് ക്വാർട്ടർ തിരിച്ചു കയറട്ടെ എന്ന് ചോദിച്ചു. ക്വാർട്ടറിനോട് ഞാൻ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് തീരുമാനം പറയാന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ക്വാർട്ടർ തിരിച്ച് KVA'ല് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് അവിടെ KVA'ല് കയറട്ടെ എന്ന് ചോദിച്ചിരിക്കണേ. മനസ്സിലായോ? ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ കയറട്ടെ എന്ന്. അവിടെ സമ്മതിക്കാത്തോണ്ട് പിന്നെയും ഇന്റെ അടുത്ത് വന്നുകൊണ്ട് ഇവിടെ തിരിച്ച് കയറട്ടെ എന്ന് ചോദിച്ചതാ. അപ്പം എനിക്കതെന്തോ ഒരു നെഗായി തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, ബാക്കിയുള്ള ആൾക്കാരോട് കൂടി സംസാരിച്ചിട്ട് തീരുമാനം പറയാന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് എന്താ പറയാ, നമുക്കൊരു ഡൗൺ ടൈം വന്നപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ നമ്മളെ കൂടെ നിന്നിട്ടില്ല. അപ്പോൾ അത് ഇന്റെ മാത്രം കൺസേൺ അല്ല, ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും അത് തന്നെയാണ് പറയണത്. നമ്മൾ ഡൗൺ ടൈമിൽ നമ്മളെ കൂടെ നിൽക്കാതെ ഇറങ്ങി പോയവരാണ്. പിന്നെ നമ്മൾ ഇതാക്കണേ. അപ്പൊ ഞാൻ എനിക്കതില് ഒറ്റയ്ക്ക് ഞാൻ തീരുമാനം എടുക്കണ്ടെന്ന് കരുതി. അത് എല്ലാരോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതി. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളൊരു അല്ല ഞാൻ പറയട്ടെ, നമ്മള് എന്താ പറയാ, ഗൈസ്, നമ്മളൊരു ഫുട്ബോൾ ക്ലബ്ബ് പോലെ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമ്മളെ ക്ലബ്ബില് നമ്മള് ഇപ്പം എല്ലാ നല്ല നല്ല പ്ലേയേഴ്സിന് മാത്രം നോക്കി പിടിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് ഇവിടെ കംഫർട്ട് ഇല്ലാതെ, ഒരു സിനർജി സിങ്കും ഇല്ലാതെ ഇവരിങ്ങനെ കുറെ ആൾക്കാർ പോവാ, കുറെ ആൾക്കാർ ബാൻ വാങ്ങുക, ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ മാത്രമാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇനി ഇതില് ഒന്നാമത്തെ ഇതിൽ സ്ലോട്ട് തീരെ ഇല്ല. ഞാൻ ഈ സ്ലോട്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഇത് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ ആഴ്ചയിലും 3-4 ആൾക്കാരെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇടങ്ങേറായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പിന്നെ ഗ്യാങ്ങിന്റെ ഒരു ഇനീഷ്യൽ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ എത്ര ആൾക്കാരാണ് ആകെ കയറുന്നത് എന്നുള്ളത്. വിളിച്ച് കയറ്റിയിട്ട് വേണം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്താ പറയാ, ഇനി ഇതിൽ പ്രോത്സാഹിപ്പിക്കാനാവില്ലെന്ന് കരുതിയിട്ടാ. അപ്പം ഇപ്പൊ ഇത് റെഡിയായി കുറെ കാര്യങ്ങൾ റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാങ് ഇപ്പൊ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതാണ് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഡൗൺ ടൈമിൽ വിട്ട് പോയ ഒരാൾ ഇനി നമ്മള് ഇതാക്കണ്ട എന്നൊക്കെയാണ് എല്ലാരും പറയണത്. എനിക്കറിയില്ല, അത് സംസാരിക്കണം. ഹലോ, ഞാൻ വിളിച്ചോ? നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ട്രിഗർ ആക്കി, നമ്മളെ സിറ്റുവേഷൻ ട്രിഗർ ആയതിനു ശേഷം ഇവര് സേഫ് സോണിൽ കയറി ഇരിക്കുന്ന TBS. ഓക്കെ, ഇതില്ലേ ഗ്യാങ് ഹൗസിലിരിക്കുന്നു അല്ലേ? അതാണ് ഗിവ് ലാസ്റ്റ് ചാൻസ്. എടാ, അങ്ങനെ ലാസ്റ്റ് ചാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പറഞ്ഞിരുന്ന എന്താ അറിയോ, നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഇവിടെ സിങ്ക് സിനർജി സെറ്റ് ആവണില്ല, എന്താ പറയാ, എന്താ പറയാ, ഇവിടെ ഇറങ്ങാന്ന്. ഇനി ഒരു തിരിച്ചു വരവ് 5M ഉണ്ടാവില്ല, ഓന് വെറും ഇത് മാത്രമേ കളിക്കുള്ളൂ എന്നാ പറഞ്ഞത്. എന്താ പറയാ, വാളറന്റ് PUBG 5M ഇനി വരൂലെന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് KVA തന്നെ പോയാണ് തിരിച്ച് സ്ലോട്ട് വെച്ചു. പക്ഷെ KVA'ല് വേറെ മെമ്പറിന്റെ അടുത്ത് നമ്പർ വേറെ എന്തിനാ കാര്യം എന്താ എന്നോട് പറഞ്ഞു? ഷമീറിന് സ്ലോട്ട് കൊടുക്കുമ്പോ അതോ അവൻ സിറ്റിസൺ ആണോ? അത് റാംബോ പറയും ബ്രോ, റാംബോ പറയും.
റാംബോ തീരുമാനിക്കും. ഓക്കെ ഷമീർ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഗൈസ്. എനിക്കൊരു ഇതിന്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഒരു 70% ഇനിയൊരു RP സ്ട്രീം സൈഡിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സ്ട്രീം ആയിരിക്കും. അല്ല മാക്കേ അല്ല മാക്കേ ഒരു മിനിറ്റ് മാക്കേ റൂൾ പഠിപ്പിക്കുന്ന ബാക്കിയുള്ള ഗ്യാങ് വണ്ടി എന്തെന്നോ, ബാക്കിയുള്ള ഒരു വണ്ടി നമ്മളിത് റിമൂവ് ആക്കി പറഞ്ഞു. നമ്മൾ സൂയി റിമൂവ് ആക്കി എന്ന് പറഞ്ഞിരുന്നു. RP ഫോക്കസ് ആക്കാം. ഞാൻ അതല്ലേ ഞാനിത് ഇപ്പം കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നിങ്ങൾ പുതിയ റിക്രൂട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യണ്ട. കാരണം അങ്ങനെ ഒരു തോട്ട് ഓഫ് മൈൻഡ് വന്നു, അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു ഓപ്ഷൻ വന്നു എന്നുണ്ടെങ്കിലും ചോയ്സ് നമുക്ക് സ്ലോട്ട് ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മളിത് പെൻഡിങ്ങിലാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. നിങ്ങൾ റിക്രൂട്ട്മെന്റ് കൺഫേം ആക്കൊന്നും വേണ്ട. മനസ്സിലായോ? എന്റെ പൊന്നു സുഹൃത്തെ, നീ പറ എന്താണ് നീ ആദ്യം എക്സ്പ്ലെയിൻ എന്ത് കൊണക്ക് എടാ, എന്തിനാ കൊണക്കുന്ന? എന്തിനാ മാക്കേ, എന്തിനാ കൊണക്കുന്ന? എന്തിനാ മാക്കേ? ആരാണ് അഡ്മിൻ? എവിടെ അഡ്മിനല്ലേ പിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നമ്മുടെ പിള്ളേരുടെ ഹോൾഡ് ചെയ്യാൻ പറ. എടാ 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 ഗണ്ണെല്ലാരും ഗണ്ണെടുത്ത് സിറ്റുവേഷൻ ഹോൾഡ് ആണ് കൊടുക്കാൻ. സാധാരണ ഇവിടെ നിന്ന് പോവല്ലേ, സാധാരണ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായി കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഡിസോൾവ്. ഷേക്ക് വന്നതിന്റെ കൂടെ ഷേക്ക് അവരടുത്ത് ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ പോയപ്പോ അവര് അൺവാണ്ടഡ് സിറ്റുവേഷൻ ക്ലെയിം ചെയ്യാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ള POV കൊണ്ട് ഒരാളൊന്ന് അങ്ങോട്ട് പറഞ്ഞേ. നമ്മള് ഇടിച്ചു കയറ്റിയ POV ഉണ്ട്. നമ്മളെ പ്ലെയറെ വണ്ടി ഇടിച്ചു കയറ്റിയെന്ന് പറഞ്ഞു. പറഞ്ഞ POV കൊണ്ടുവരട്ടെ. പ്ലസ് നിങ്ങളുടെ പിള്ളേർ ഈ ടൈമിൽ ഇവിടെ കിടന്ന് സാത്താൻ്റെ അടുത്ത് വേറെ കമ്മ്യൂണിക്കേഷനും ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എടാ ഒരു ലാസ്റ്റ് കോളാണ്. ഇവിടെ ആരും ഈ സാത്താനായിട്ടോ TBS-നായിട്ടോ ഇനി വേറെ സിറ്റുവേഷനോ വർത്താനോ ഒന്നും ഉണ്ടാക്കല്ലേ. മനസ്സിലായോ? ഈ POV ഹോൾഡ് കഴിയാതെ ആരും ഒന്നിനും പോകണ്ട. എന്താ എയറിലൊക്കെ പോകുന്ന ഓജിന്റെ വന്ന് ഇടിച്ചിട്ടല്ലേ പോയേ? ഇടിച്ചോ നമ്മളത്? നമ്മളെ ഈ വണ്ടിക്ക് ഇടിച്ചു. ഇക്കുറൊന്ന് മാറി. വീഡിയോ കൊണ്ടാ എടാ നാറുകളെ ഇറങ്ങട വണ്ടി വന്ന്. സൂയി റിമൂവ് ആക്കിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സൂയി എന്തോ അതിന്റെ ഏതോ ഒരു ഫ്ലാഗോ എന്തോ ഒന്ന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ കേസുള്ളൂ. അത് മാരിപ്പോ അവൈലബിൾ അല്ലാത്തോണ്ട് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു. എന്തൊരു ഗ്യാങ് ഹൗസ്? എന്താ ജയിലോ? ആകെ മതിലും അത്ര വെച്ചിട്ടുള്ളൂ. വീടൊക്കെ ഡീഫോൾട്ട് പെയിന്റ് മാറ്റി കറപ്പാക്കിയത് അത്രേ ഉള്ളൂ. എടാ ഞാൻ പറയട്ടെ, ഇത് നല്ല വേറെ ഏതോ ഒരു പുറത്ത് നല്ലൊരു സൈറ്റില് ഇതിന്റെ നല്ലൊരു ഫയൽ ഉണ്ടായിരുന്നു. പിന്നെ നല്ല എയർപോർട്ട് പോലെ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പ് ഉണ്ട് ഇതിന്റെ. കിടില മാപ്പ്. ഞാനിത് നോക്കി വെച്ചതാണ്. പക്ഷെ ഇത് ഇപ്പം അന്ന് ആ സമയത്ത് T47 ഗ്യാങ് ഹൗസ് ആയിരുന്നു ഇത് ആദ്യ സമയത്ത് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ബാക്കി എന്താ പറയണ്ടേ? ഞാൻ എന്താ ബാക്കി പറയാന്? ഞാൻ നിർത്തി ഓർമ്മയില്ല. എന്തുവാടാ ഞാൻ എവിടുന്ന് വന്നാ? എന്തോ ഞാൻ ഇവിടെ മലന്റെ മുകളിലാ. ഇതാ ഇവിടെ. ഞാൻ ഇവലെ ഗ്യാങ് ഹൗസ് ഒന്ന് മേലെന്ന്
നോക്കാൻ വേണ്ടി വന്നതാ. ഇത് നോക്കുമ്പോ ഫുള്ള് മറ്റേ ചൈന വൻമതിൽ പോലെ കെട്ടി വെച്ചേക്കണത്. ഇതെന്താ ഇത് വേറെ ഒന്നും കാണാൻ പറ്റൂല, ഇവിടത്തെ ഇന്നലെ കാണാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് നോക്കിയത് 2 പേരേ ഉള്ളൂ, പക്ഷെ മതിലുണ്ടോ നോക്കും. പക്ഷെ അത്ര ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിട്ടടാ, ഇവര് ബാക്കിയുള്ളൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അത് ഞാൻ ആലോചിക്കണേ. ഇവര് പുറത്തുനിന്ന് ഒരു മതില് മാത്രമേ കെട്ടിച്ചിട്ടുള്ളൂ. നമ്മളങ്ങനൊക്കെ ചെയ്തിട്ടില്ലേ? ഏരിയസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ, ഇവർക്ക് ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട പോലും തോന്നുന്നു. ഇവർക്ക് ഇവിടെ ഒരു സ്കൂളൊക്കെ തുടങ്ങിക്കൂടെ? ഒരു മിനിറ്റ് തുടങ്ങാൻ വേണ്ടി തന്നെ ഇയാളെ തലയ്ക്ക് കിട്ടി. അയ്യേ ബ്രേക്കപ്പ് ആയപ്പോ മുടിയെല്ലാം കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. തലയ്ക്ക് ശരിക്കും ബാക്കിലൊരു കൊതോ എന്തോന്നും ഉണ്ടാവില്ല. എന്താന്ന് അതിന്റെ പേര്? ബാക്കിന്റെ കുറച്ച് അത് മുടി കെട്ടിയേക്കുന്നതിന്